SSLCയുടെ റിസൾട്ടൊക്കെ വന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതിലുപരി കുട്ടികളുടെ മെസ്സേജസും അവർ വളരെ സന്തോഷത്തോടെ അയക്കുന്ന റിപ്ലൈ മെസ്സേജൊക്കെ കണ്ടപ്പോൾ അതിലുപരി ഞങ്ങളുടെ മനസ്സാണ് നിറഞ്ഞത്. അതിൽ ഒരു മെസ്സേജ് എൻ്റെ കണ്ണിലൊടുക്കി. കാർത്തിക് എന്ന് പറഞ്ഞ കുട്ടിയുടെ മെസ്സേജ് ആയിരുന്നു. എൻ്റെ കണ്ണിൽ ഉടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിരുന്നു. കാരണം ആ കുട്ടി തന്നെ അയച്ച ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിരുന്നു എന്നെ ഒന്ന് ഞെട്ടിച്ചത്. റിപ്പോർട്ട് ഇതായിരുന്നു: കഴിഞ്ഞ 9ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് ആ ഒരു സമയത്ത് എക്സാമിൻ്റെ ഇടയിൽ റാബിസ് വാക്സിൻ എടുത്തിട്ട് തളർന്നു പോയ കുട്ടിയായിരുന്നു ഈ ഒരു കാർത്തിക് എന്ന് പറഞ്ഞ മോന്. എന്നിട്ടും ഈ വർഷം തന്നെ SSLC എഴുതണമെന്ന് വാശിയോടെ പഠിച്ച് സൈലത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അതായത് അവൻ എഴുതിയ മെസ്സേജ് ഇതായിരുന്നു: സൈലം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത്, പുള്ളി ഇപ്പൊക്കെ നേടിയെടുത്തത്. അപ്പോൾ ആ കുട്ടി അത്രയും മനസ്സ് നിറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, ബാക്കി ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീനെ കാണണം എന്ന് എല്ലാവരും വളരെയധികം ആഗ്രഹിച്ചു. ഇത്ര വലിയൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി, അതായത് അത്രയും നാള് കിടന്നുകൊണ്ട് ക്ലാസ് കണ്ടുകൊണ്ട് ഇത്രയും വലിയൊരു റിസൾട്ട് നേടിയെടുത്ത് ആ വിഷമത്തിലൂടെ ഒക്കെ പോയിട്ടും ഒരു വലിയ ഇൻസ്പയറിംഗ് ആയിട്ട് അവൻ്റെ ലൈഫ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാനും കുറച്ച് പേരും കൂടെ ആലപ്പുഴയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇതാണ് അല്ലേ? അപ്പം കാർത്തിക് അന്ന് അയച്ച മെസ്സേജ് ആയിരുന്നു അല്ലേ, ഒരു വലിയ മെസ്സേജ് കണ്ടിട്ടാണ് ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരും നമ്മുടെ കാർത്തികിന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ആലപ്പുഴ വരെ എത്തി. വലിയൊരു സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ കണ്ടപ്പോ പല ടീച്ചേഴ്സിനെ കാർണിവലിലൊക്കെ വന്നപ്പോ കണ്ടു അല്ലെ, ഷാഹിദ് സാറിനൊക്കെ കണ്ടു. അപ്പൊ എന്താ മോനെ പറയാനുള്ളത്? അതായത് ഈ ഒരു വലിയൊരു സ്ട്രഗിൾ ആണ്. കാരണം പലരുടെയും ലൈഫില് നമുക്ക് ഇപ്പം പെട്ടെന്ന് ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വിചാരിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു സിറ്റുവേഷൻ ആണ് കാർത്തികിന്റെ ലൈഫിൽ വന്നത്. അതും SSLC പോലത്തെ ഒരു വലിയൊരു ബോർഡ് എക്സാം എഴുതാൻ കയറുമ്പം. അപ്പം എങ്ങനെ ഒരു വലിയ സ്ട്രഗിൾ, അല്ലെങ്കിൽ എന്തായിരുന്നു മോന്റെ ലൈഫിന്റെ ഒരു മാറ്റം എന്ന് പറയുന്ന ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത്? എനിക്ക് ഇത്ര വലിയ വിജയം നേടാൻ തന്നെ കാരണം എന്റെ സപ്പോർട്ട് ചെയ്ത അച്ഛനും അമ്മയും ടീച്ചർമാരൊക്കെയാണ്. എനിക്ക് SSLC എഴുതാൻ പറ്റുമെന്ന് തന്നെ ഡൗട്ടായിരുന്നു. അപ്പോഴാണ് ഇവരുടെ സപ്പോർട്ടും പിന്നെ സൈലന്റ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേൾക്കുകയും അത് ക്ലാസ് കണ്ട് എനിക്ക് ഇത്ര A+ നേടാൻ സാധിച്ചത് ഇവരുടെ എല്ലാ സപ്പോർട്ടും കൂടിയാണ്. സൈലം വന്നു കഴിഞ്ഞാൽ എല്ലാ വിഷയവും ഒരേ രീതിക്ക് തന്നെ അവനാകുകയാണ് ചെയ്തത്, ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഒരു വിഷയം പുറകോട്ട് വയ്ക്കേണ്ട രീതിയിലേക്ക് അവൻ വന്നില്ല. 9ാം ക്ലാസ്സിലത്തെ ലാസ്റ്റ് ആനുവൽ എക്സാമിന് തൊട്ട് മുമ്പ് ജനുവരി മാസം പൂച്ച മാറി. അതിനെ തുടർന്ന് വാക്സിൻ എടുത്തപ്പോഴാണ് എനിക്ക് മാർച്ച് മാസത്തിന് ഫെബ്രുവരി പകുതിയൊക്കെ ആയപ്പോ വാക്സിൻ എടുത്തിട്ട് ഞാൻ തളർന്നു പോയി. എന്നുവെച്ചാൽ ഒരു പേന പിടിക്കാൻ പോലും പറ്റിയതായിരുന്നു. കണ്ട് പഠിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് ഇതുവരെയായിട്ട്. ഞാൻ ശരിക്കും പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞ ആളാണ്. ഇവന് പേന പിടിക്കാൻ പറ്റാത്ത ആളെങ്ങനെ പരീക്ഷ എഴുതും എന്നുള്ളത് എൻ്റെ ഉള്ളിലൊരു പ്രശ്നം. ഞാൻ അതുപോലെ ഇരിക്കാൻ പറ്റിയല്ല, കൂടുതൽ നിൽക്കാൻ പറ്റിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആള് എങ്ങനെ പരീക്ഷ അഥവാ ഒന്ന് എഴുതി ഇടയ്ക്കൊരു പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവൻ തകർന്നു പോകും എന്നുള്ളത് അത് ഡോക്ടേഴ്സും പറഞ്ഞ് എനിക്കും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ഇത്രയും ഒരു സിറ്റുവേഷനിലേക്ക് വന്നു, എന്നിട്ട് എങ്ങനെ 10ാം ക്ലാസ് എഴുതുകയും പറ്റും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു വാശി വന്നത് എങ്ങനെയാണ്? ഞാൻ യൂട്യൂബിലൊക്കെ പലവരുടെ മോട്ടിവേഷൻ ക്ലാസ് കാണുമായിരുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നേരം നമ്മുടെ ബോഡി തന്നെ അങ്ങോട്ട് മാറുമെന്ന് ഞാൻ കേട്ട് മനസ്സിലാക്കി. എന്റെ മനസ്സിൽ തന്നെ ഞാൻ എടുത്ത് എനിക്ക് SSLC എഴുതണമെന്ന്. ഓട്ടോമാറ്റിക്കലി ബോഡിയായിട്ടായി ഞാൻ പോലും അറിയാൻ മേലാതെ അങ്ങോട്ട് തന്നെ മാറി വരികയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും നമുക്ക് നിയമങ്ങൾ അനുകൂലമായിട്ട് വന്നില്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് വന്ന്, ഒരുപാട് പ്രതിസന്ധികൾ അവൻ തരണം ചെയ്ത്, മാനസികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇത്രയും കാണുന്ന ബ്രൈറ്റ് ആയിട്ട് ഉഷാറായിരിക്കുന്ന കാർത്തിക്കിലേക്ക് എങ്ങനെ എത്തി? മോൻ അതിന് എത്രത്തോളം എഫേർട്ട് എടുത്തു? അച്ഛനും അമ്മയും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഞാൻ പലപ്പോഴും ഇത് വേദന കൊണ്ടുവരുമ്പോ പഠിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പറഞ്ഞാ നീ എന്നാ കുറച്ച് റെസ്റ്റ് എടുക്കുക അങ്ങനെ വരും. അപ്പൊ അങ്ങനെ അമ്മയും അച്ഛൻ്റെ സപ്പോർട്ടാണ് മെയിനായിട്ട് എന്റെ ഇത്. അങ്ങനെ പിന്നെ നാട്ടുകാരും ടീച്ചർമാരൊക്കെ ഇല്ലേ എനിക്ക് 10ാം ക്ലാസ് എന്ന ഇതിൽ ഫുൾ A+ നേടുന്ന മനസ്സിൽ ബലം തരാൻ നല്ല ആൾക്കാരായിരുന്നു. അവർ ഓരോന്നും പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്തതാണ് ഇത്ര ഫുൾ A+ നേടിയത്. സ്ട്രഗിൾ അറിയാത്ത കുട്ടികളും ഉണ്ടാകും. അപ്പൊ അവര് ചെറിയൊരു പ്രശ്നമായിരിക്കും. അപ്പൊ ഒരു B+ ആയെന്ന ഒരു വിഷമം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് മോന്റെ ഈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അവരോട് എന്താ മോന് പറയാനുള്ളത്? എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈഫിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്?
നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന് നമ്മൾ നേരിടാൻ നമ്മുടെ മനസ്സിനെ തൃപ്തിയാക്കിയാൽ മാത്രം മതി. ബാക്കി നമ്മുടെ ശരീരം എല്ലാം അങ്ങോട്ട് ആയിപ്പോവും. നമ്മുടെ മനസ്സിൽ ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നേടാൻ ദൈവം തന്നെ നമ്മൾ ഒരു വഴി കാണിച്ചു തരും. ആ വഴിയായിരുന്നു എനിക്ക് ശൈലം അവര് പറഞ്ഞ ടൈം ടേബിളും എല്ലാം ഫോളോ ചെയ്താണ് എനിക്ക് ഇത്ര. നിങ്ങൾക്ക് ഫുള്ള് SSLC ഫുള്ള് പ്ലസ് നേരണമെങ്കിൽ ശൈലത്തിനെ ഫോളോ ചെയ്താൽ മതി. എനിക്കും ഇത്ര പറയാനുള്ളു, വേറൊന്നും പറയാനില്ല. ശൈലം കാണാൻ തുടങ്ങി, യൂട്യൂബ് ക്ലാസ് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മോനും മാറ്റമായി. അവൻ പഠിക്കാൻ കൂടുതൽ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയതേ ഉള്ളൂ നേരത്തേക്കാളും. അവന് ശരിക്കും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല തമാശകൾ പറയുകയും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും കേൾക്കാമല്ലോ. അപ്പൊ ഞങ്ങൾക്കിടെ സാറാണോ പാടണം ചോദിക്കാൻ. അച്ഛനും അമ്മയും പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി എന്ന് മോൻ പറഞ്ഞു. ഇപ്പൊ മോനിപ്പോ ഈ വീട് കാണിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു വലിയ കാര്യം, അത് എത്രത്തോളം എഫേർട്ട് അല്ലെ, എത്രത്തോളം കഷ്ടപ്പാടിലൂടെ അച്ഛനും അമ്മയെയും കണ്ടപ്പോ മോന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എന്നെ കണ്ട് സ്ട്രഗിൾ ചെയ്തത് അവരാണ്. എനിക്ക് അപ്പം ഒരു വിരല് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കണം അതുപോലത്തെയാണ് അവര് നോക്കിയത്. മോനെ ഒന്നും കൂടെ ചെറുപ്പത്തിൽ പെട്ടെന്ന് 12 വയസ്സോളം വെച്ച് 1 വയസ്സ് ചെയ്യുന്നതായിട്ട് അതിൽ നിന്ന് പയ്യെ പടിപടിയെ 10ാം ക്ലാസ്സിലുള്ള കൊച്ചിനെ ആക്കിക്കൊണ്ടുവരികയാണ് അവര് ചെയ്തത്. അത്രയും വലിയ സ്ട്രഗിൾ ഈ ലോകത്ത് വേറില്ല. എന്നിട്ട് ഒരു കൊച്ചിനെ 2 തവണ കുഞ്ഞിപ്രായത്തിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മള് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, അങ്ങനെ ഒരു 5-6 മാസം ആ ഒരു ലെവലിൽ തന്നെ ആയിരുന്നു. അത്രയ്ക്ക് വേദന വെച്ചാൽ അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തൊടാൻ പറ്റിയായിരുന്നു. അപ്പോൾ അവൻ കരയും, അമ്മ എനിക്കൊരു പിച്ചാത്തേകളും കൂടെ എൻ്റെ കൈയും കാലൊക്കെ ഞാൻ മുറിച്ചോളായിട്ട് എനിക്ക് പറ്റണില്ല, അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റണമെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടതിക്കാനേ പറ്റുള്ളൂ. എന്ത് ചെയ്യും? പിന്നെ വേദനയുടെ ഗുളികകളാണ് നമ്മൾ ഡോക്ടർ പറയുമ്പോൾ തന്നെ അവർ പറയും, മോനെ ഞാൻ കഴിക്കേണ്ട, അത് ഡേഞ്ചറാണ്, നിനക്ക് ഇനി പഠിക്കാനൊക്കെ കിടക്കണം, നീ കൊച്ചാണ് അത് അറിഞ്ഞപ്പോൾ കോട്ടയത്തിൻ്റെ ഡോക്ടർ തന്നെ എന്നെയും കൂടിയൊക്കെ ഇരുത്തി തന്നെ പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞിറങ്ങും മാക്സിമം സഹിക്കും, എന്നാലും ഒരു പരിധിയില്ല. അവന് പിന്നെ ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയും വേദന വന്നു കഴിയുമ്പോൾ. അപ്പോൾ കുറേ കഴിഞ്ഞ് ഓരോരുത്തരെ കാണാൻ കഴിയുമ്പോൾ അവൻ ചോദിക്കും അമ്മ ആരൊക്കെ വന്നപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ വന്നായിരുന്നു. അവന് ഓർമ്മയില്ല, കുറേ നാളത്തെ ഇങ്ങനെ ഓർമ്മ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ദേഷ്യമൊക്കെ വരുമായിരുന്നു പെട്ടെന്ന് ഈ വേദന കൂടിക്കഴിയുമ്പോൾ. എന്നിട്ട് കഴിയുമ്പോൾ അയ്യോ അങ്ങനെ പറയും സോറി അമ്മ എന്ന് പിന്നെ പറയുന്നതിനെ വിളിച്ചിട്ടുണ്ട്, പിന്നെ പറയും കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര കുറേ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ട് നമ്മൾ തകർന്നു പോയതായിരുന്നു. കാർത്തികിന്റെ ലൈഫ് ഇനിയുള്ള കുട്ടികൾക്കൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷൻ ആവട്ടെ. അതിനുള്ള സപ്പോർട്ടൊക്കെ നമ്മളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പൊ തന്നെ നമ്മുടെ ബാച്ചസ് ഒക്കെ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനിയും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറയാം. നമ്മളൊക്കെ കാരണം വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ എപ്പോഴും, കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ എപ്പോഴും നമ്മൾ സൈലവും ഉണ്ട് കൂടെ. നല്ലൊരു ഡ്രീം അച്ചീവ് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ.